നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്നൊരു ഷൂട്ട് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ പ്രസ്റ്റീജിന്റെ കഴക്കൂട്ട് ഔട്ട്ലെറ്റിൽ പോയിട്ട് അവരുടെ ഓൺ ഓഫേഴ്സ് ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അത് റീലായിട്ടും ലോങ് വീഡിയോ ആയിട്ട് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വിഷം ഞങ്ങൾ കയറിയത് കഴക്കൂട്ടത്തുള്ള പായസ് കിച്ചണിലാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലുലു മാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവിടെ കയറി ഞങ്ങളാണെങ്കിൽ ഒരു മുട്ട ദോശയും അതുപോലെ തന്നെ മസാല ദോശയും കോഫിയുമാണ് കഴിച്ചത്. കോഫി അത് മൊത്തത്തിൽ ചൂട് നല്ല ആ ചൂടല്ല ഞാൻ പറഞ്ഞത്. ആ ചൂട് ടേസ്റ്റ് ഇല്ലാത്തത്. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. കറക്കി ഓക്കെ ഓക്കെ. അതിൻ്റെ മാറ്റിയുള്ള കുറച്ചും കൂടെ കൊള്ളാം. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ടായപ്പോൾ ഞാനും അപ്പവും ബാവയും കൂടെ ബാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോത്തീസിൽ പോയി കേട്ടോ. മെയിനായിട്ട് പട്ടുപാവാടയും ബ്ലൗസും തയ്ക്കാനായിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽ തപ്പിയാണേ പോയത്. ഇതിന് വെച്ച് ബ്ലൗസിനെ പോണേ പിങ്ക് എടുക്കാം. ആക്ച്വലി മറ്റേ ഇതായിരിക്കും. അതൊക്കെ റേറ്റ്സ് എങ്ങനെയാവുന്നത്? ഇനി ഓപ്പൺ ചെയ്യല്ലേ? ഇത്രേ ഉള്ളോ? ഉള്ളോ? അത് ഊരല്ലേടാ അത് വെച്ചിരിക്കുന്നത്. ഓണിയൻ പിങ്ക് അല്ലേ? ഓണിയൻ പിങ്ക് കുറെ കൂടെ ബ്രൗണിഷ് പോലെ തോന്നുന്നു. നമ്മൾ ജസ്റ്റ് വച്ച് നോക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ടോ? അത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ കുട്ടികളുടെ മുഖത്തിന് ചെറിയൊരു ചേഞ്ച്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അതിന് വേണ്ടി മാച്ചിങ് ആയിട്ടുള്ള വളകൾ മേടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പോത്തീസിൻ്റെ ഒരു സ്റ്റിച്ച് തന്നെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. അതിൻ്റെ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഞങ്ങളാണെങ്കിൽ അതിന് മാച്ചിങ്ങുള്ള ബാംഗിൾസും എടുത്തു. അതുപോലെ തന്നെ എനിക്കും അപ്പൂനും ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻ കൊണ്ട് എടുത്തായിരുന്നേ. നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇതെൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്തു. പക്ഷേ ഇതെൻ്റെ കൈ കീറത്തില്ല തോന്നുന്നു. കുപ്പിവളയല്ലേ, പൊട്ടിപ്പോയാലോ റിസ്ക്കാണ്. എനിക്ക് പിന്നെ അത് അങ്ങനെ പിടിക്കല്ലേ. എന്താണെന്നറിയോ, ചിലപ്പോൾ പേസ്റ്റിലൊന്നും നീ ഉദ്ദേശിച്ചത് ഏതാവും അതേമാതിരത്തെ വള അല്ല. അല്ല ഇത് വേണ്ട കേട്ടോ. ഒരു മിനിറ്റ്. ഇനി അതങ്ങനെ എടുക്കണ്ടടാ. ഇത് വലുത് തന്നെയാണോ? തന്നായിരുന്നു ഞാൻ എൻ്റെ ബാക്കിലുണ്ടോ? ഇതൊക്കെ ഏതാ സൈസ് വരുന്നത്? One by one I did.
കുപ്പിയില്ലല്ലേ, അത് വേണ്ട കേട്ടോ, കുപ്പിവെള്ളം വേണ്ട. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ആദ്യമായിട്ട് കാണുന്നു. നിതീഷ് ചേട്ടൻ വേറൊന്നും, നിതീഷ് മാമൻ ആ നിതീഷ് മാമൻ്റെ വീട്ടിൽ പോയി. എനിക്ക് വണ്ണ് കഴിഞ്ഞാൽ 4 ആണോ? അങ്ങനെ പറഞ്ഞാൽ സ്കൂളിലൊന്നും ചേർക്കാൻ പറ്റത്തില്ല. 1 കഴിഞ്ഞാൽ 2 കൗണ്ട് ചെയ്യേ. പിന്നെ വേണ്ട കൗണ്ട് ചെയ്യണ്ട, ഞാൻ പോകുന്നു. അത് സീത ആൻറ്റിയുടെ ആണ്, എടുക്കല്ലേ. ഇടും സീത ആൻറ്റി ഇപ്പം ഇടുവേ. അമ്മയ്ക്ക് അമ്മയുടെ ബ്ലാക്ക് വളയെ ഇഷ്ടപ്പെട്ടു. സമ്പുട്ടിയുടെ വള അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് അമ്മ എൻ്റെ വള സ്റ്റാൻഡ് എവിടെയാണ് നീ ഇങ്ങനെ തള്ളിയിട്ട് വെച്ചിരിക്കുന്നതാണോ? ഇതെടുത്തോ, ഇതാൻ്റെ ഇട്ടാലോ അല്ലേ? ഇപ്പോൾ നിൽക്കേ, നീ എടുത്തല്ലോ. യെസ്, കുഞ്ഞെ ഇതിനകത്ത് എടുക്കും. ഇതാണെങ്കിൽ ചെറിയ കവർ മതിയോ? ശരി, ഇരിക്കത്തില്ല അതിനകത്ത്, എല്ലാം കൂടി ഇരിക്കത്തില്ല. അതിനകത്ത് ഇടും. സീതാൻറ്റിയുടെ വള എന്തിനേയും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് പണ്ടൊരു മാല ഉണ്ടായിരുന്നു ഇതുപോലത്തെ. ആൻറ്റിക്ക് കവറിനകത്ത് എടുത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്ത് വെച്ചോന്നറിയോ? ആ ആൻറ്റി ഓണത്തെന്ന് പറയുന്നൊരു ഡേ ആണ്, ഓണം. അത് കഴിഞ്ഞ് DTDCന്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ കൊച്ചിൻ ജോക്കി കമ്പനി അയച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്താലോ? കൊച്ചിൻ ജോക്കി കമ്പനി ഒരു ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാവേ. ഓക്കെ, പാക്കറ്റൊക്കെ കിഡ്ലോ ആണ്. തുറന്നു നോക്കാം. ഓക്കെ, ഹാപ്പി ഓണം. നല്ല അടിപൊളി ടീഷർട്ട് ഉണ്ട് കേട്ടോ. നല്ല കിഡിലെ ഒരു ടീഷർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിൻ ജോക്കി കമ്പനിയുടെ ബീഫ് ജോക്കി ഉണ്ട്. അതുപോലത്തെ കുറച്ച് അധികം ഐറ്റംസ് ഇതിനകത്തുണ്ട് കേട്ടോ. അത് പാലട പായസം മിക്സ്, നമ്മുടെ ബനാന ചിപ്സ്, പിന്നെ സാധനം. ഓ, ഇത് ക്യാൻഡിലാണ് കേട്ടോ, സെൻറ്റഡ് ക്യാൻഡിലായിരിക്കും. ബനാന ചിപ്സ്,
നമ്മുടെ ബനാന ചിപ്സ്, കുറച്ച് കാഷ്യൂ നട്ട് ഉണ്ട്, അതുപോലെ ദേ മാങ്ങ അച്ചാർ. നിങ്ങൾ കൊച്ചിൻ ജോക്കി കമ്പനിയിൽ നിന്ന് ഈ ബീഫ് ജോക്കി ഓർഡർ ചെയ്യുവാണെങ്കിൽ ദി മാവേലി എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഓണം ഓഫറാണേ. പിന്നെ അതെ ഒരു പാലട പായസം മിക്സും ഉണ്ട്. ഈ ടീഷർട്ടിൻ്റെ ബാക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. നോക്കിയേ, ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവർ ബൈ.